കുമ്പളിയിൽ പരാതിക്കാരിയായ തന്റെ പേര് പരസ്യപ്പെടുത്തിയതിന് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി മദർ PTA പ്രസിഡന്റ്. ഇതേ വിഷയത്തിൽ സെക്രട്ടറി തന്നെ വേട്ടയാടുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കുമ്പള ടൗണിലെ വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട് കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് താൻ നൽകിയ പരാതിയിലെ ഉള്ളടക്കവും പേരുവിവരങ്ങളുമടക്കം പരസ്യപ്പെടുത്തി സെക്രട്ടറി നഗ്നമായ നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മദർ PTA പ്രസിഡന്റ് വിനീഷ ബാലകൃഷ്ണനാണ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. കുമ്പള പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത്. 11-ാം തീയതി ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹം മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അഴിമതിയുടെ പേരിൽ അഴിമതിയുടെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന്റെയും ജയസിന്റെയും നിർദ്ദേശപ്രകാരം എന്നെ ഗൂഢാലോചന നടത്തി സ്ത്രീ വിഷയത്തിൽപ്പെടുത്താമെന്നവരാണ് പറയും. അവിടെ ബഹളമുണ്ടാവുകയും പല മെമ്പർമാരും ഇത് അങ്ങോട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ പോലീസിന് കുറെ ഭീഷണി രൂപത്തിൽ ഒരു ദിവസം പറയുകയും ചെയ്തു. എന്നാലും ഞാനത് മുന്നോട്ട് ഈ കേസുമായി മുന്നോട്ട് തന്നെ പോകുന്നതാണ്, കേസ് എടുക്കാൻ പറ്റില്ല. നൽകിയ പരാതിയിന്മേൽ നടപടി കൈക്കൊള്ളേണ്ടുന്നതിന് പകരം വഴിയോര കച്ചവടക്കാർക്ക് ഒന്നാകെ താൻ എതിരാണെന്ന് വരുത്തി തീർക്കാനാണ് സെക്രട്ടറി ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ ചിലരുമായി ചേർന്ന് സെക്രട്ടറി തന്നെ വേട്ടയാടുകയാണെന്നും വിനീഷ ആരോപിക്കുന്നു. പരാതിക്ക് പിന്നാലെ തന്നെ സെക്രട്ടറി മാനസികമായി തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ട്. പൊതുവിഷയമുയർത്തിയാണ് താൻ പരാതി നൽകിയത്. 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥിനികൾ പോകുന്ന വഴിയിൽ പെൺകുട്ടികൾക്ക് മോശമായ അനുഭവം ഉണ്ടാകുന്നത് പതിവാണ്. കുട്ടികൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും പരാതി പറയുന്നത് കൂടിക്കൂടി വരാൻ തുടങ്ങിയതോടെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. അടിസ്ഥാനത്തില് വനിതാ സംരക്ഷണ വകുപ്പ് രണ്ടാളുപേരെയും എന്നോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും സെക്രട്ടറിയോടും കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് തന്നെ കരയാണ് ചെയ്യുന്നത്. കരയുമ്പോ പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, ഇവരാണ് ശരി. അതാണല്ലോ സമൂഹത്തിൽ എല്ലാവരും പെട്ടെന്ന് നമ്മൾ മുന്നിൽ കരഞ്ഞു കാണിക്കുമ്പോഴല്ലോ നമ്മളെല്ലാവരും വീഴുന്നത്. പക്ഷെ ഞാൻ കരഞ്ഞൊന്നും കാണിച്ചാൽ എനിക്കൊരു പതർച്ച, ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്കൊരു പതർച്ചയില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു തെറ്റും ഇതിലൊരു ഗൂഢാലോചന ചെയ്തിട്ടില്ല. ഇപ്പൊ പറയുന്ന ലീഗിന്റെ ബിനാമിയാണ്, ഒരു ലീഗിന്റെ ബിനാമിയാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഞാൻ എപ്പോഴും എല്ലാ രാഷ്ട്രീയവും ഒന്നെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, എല്ലാ ജാതിമതം ഒന്നും വിചാരിക്കുന്നത്. പക്ഷെ ഈ കുമ്പള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇനി വരുന്ന തലമുറക്കെങ്കിലും നല്ല ഭാവി ഉണ്ടാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ഇനിയൊന്നും ചിന്തിച്ച് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങണം. എന്നാലേ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്. താൻ നേരിട്ട അപമാനത്തിൽ വനിതാ കമ്മീഷനിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും നീതി ലഭിക്കാൻ ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയ വിനീഷ എല്ലാവരും ചേർന്ന് തന്നെ ബലിയാടാക്കുകയാണെന്നും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും ജാഗരൂകരാകണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.